പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. കണ്ണന്റെ കണി ഈ കഥ കേൾക്കൂ. പുലരിയുടെ വെളിച്ചം കാടിനെ തഴുകിയപ്പോൾ കണ്ണൻ ആനക്കുട്ടി ഉറക്കത്തിൽ തന്നെയായിരുന്നു. എത്ര ഉറങ്ങിയാലും മതിയാവാത്ത കണ്ണനെ വിളിച്ചുണർത്തിയാൽ അവന് കലിയാണ്. എന്നിട്ടും അമ്മ സ്നേഹത്തോടെ വിളിച്ചു, കണ്ണാ എഴുന്നേക്ക്, ഇന്ന് വിഷുവാണ്, വിഷുക്കണി കാണണ്ടേ. കണ്ണൻ കണ്ണു തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ഗ്രാമം മുഴുവൻ കൊന്നപ്പൂക്കളാൽ ഉത്സവ ഭംഗിയിൽ അലങ്കരിച്ചു നിൽക്കുന്നു. പുഷ്പങ്ങളാൽ അലങ്കരിച്ച വലിയ വൃത്തത്തിൽ മഞ്ഞ കണിക്കൊന്ന പൂക്കളും പഴങ്ങളും വിളക്കുകളും ഒരുക്കിയിരിക്കുന്നു. അമ്മേ, ഇതെന്താണ്? കണ്ണൻ ചോദിച്ചു. മോനെ, കണ്ണടയ്ക്കേ, ഇത് വിഷുക്കണി. നമുക്ക് പുതുവർഷം നല്ലതാകട്ടെ എന്ന് ആശംസിച്ച് ആദ്യം കാണുന്നതാണ്. കണ്ണൻ കണ്ണടച്ചു. അമ്മയുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. അവിടെ കുരങ്ങൻ കുഞ്ഞുങ്ങൾ പൂക്കൾ നിരത്തിക്കൊണ്ടിരിക്കുന്നു. പുലിക്കുട്ടി വിളക്കിനു ചുറ്റും കാവൽ നിന്നു. ചെറുമൃഗങ്ങളും കുഞ്ഞുങ്ങളും ഒത്തുകൂടി സന്തോഷത്തോടെ ചിരിച്ചു. കണ്ണൻ വിഷുക്കണിയുടെ മുന്നിൽ നിന്നു. കണ്ണു തുറക്കൂ മോനെ, അമ്മ പറഞ്ഞു. കണ്ണൻ കണ്ണു തുറന്നപ്പോൾ കണിക്കൊന്ന പൂവിൻ്റെ മഞ്ഞ നിറം, വിളക്കിൻ്റെ പ്രകാശം, പഴുത്ത പഴങ്ങളുടെ തിളക്കം എല്ലാം കണ്ടപ്പോൾ അവൻ്റെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. ഹായ്, എത്ര മനോഹരം! കണ്ണൻ ആവേശത്തോടെ പറഞ്ഞു. അപ്പോൾ കുരങ്ങൻ കുഞ്ഞുങ്ങൾ പറഞ്ഞു, നാം എല്ലാവരും ഇന്ന് ഒരുമിച്ച് ഭക്ഷണം പങ്കിടണം. പുലിക്കുട്ടിയും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന് സ്നേഹത്തിൻ്റെ ദിനം. കണ്ണൻ തൻ്റെ ചെറിയ തുമ്പിക്കൈ ഉയർത്തി പറഞ്ഞു, വിഷു ആശംസകൾ. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ വർഷം വരട്ടെ. അവരെല്ലാം ഒന്നു ചേർന്ന് സ്നേഹവും സൗഹൃദവും പങ്കുവച്ച് വിഷു ആഘോഷിച്ചു. കണ്ണൻ സന്തോഷത്തോടെ ചിന്തിച്ചു, ഒരുമിച്ചാൽ എല്ലാ ദിവസവും വിഷു പോലെയാവും.